കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മുഹമ്മദ് ഷിയാസ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ നടുനിവർത്തി നിന്ന് മുന്നോട്ട് പോകാൻ കാരണമായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ അവർ ലോകത്തോട് പറഞ്ഞത് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ രാജ്യം ഛിന്ന ഭിന്നമാകുമെന്നുള്ളതാണ്. സ്വാതന്ത്ര്യം നൽകുമ്പോൾ രാജ്യത്തെ അവശേഷിപ്പിച്ചു വെച്ചുപോയ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പിന്റെ സ്വരം ഈ രാജ്യത്തെ ഇല്ലാതാക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വർഗീയതയുടെ രാഷ്ട്രീയത്തെ ഉൽപ്പാദിപ്പിച്ച ബ്രിട്ടീഷുകാർ അവരുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. ഈ 80 വർഷക്കാലം ഈ രാജ്യത്തെ ഐക്യത്തോടുകൂടി അഖണ്ഡതയോടുകൂടി ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും ഗാന്ധിയും നെഹ്റുവും ഒക്കെ രാജ്യത്തിന് നൽകിയ സന്ദേശം കൊണ്ട് മാത്രമാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ന്യൂ റോഡ് മണ്ഡലം പ്രസിഡന്റ് PM അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. VH ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. AICC അംഗം N വേണുഗോപാൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അദ്ദേഹം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന RSSന്റെ നേതാക്കന്മാരായിരുന്നവരുടെ വെടിയേറ്റാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മരണപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യ ഭരിക്കുന്നവരും അദ്ദേഹത്തിന് ഓർമ്മകളിൽ അദ്ദേഹത്തെ ഇത്തരം ദിവസങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മഹത്വം മറച്ചു വെക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോകരാജ്യങ്ങൾ മുഴുവൻ ആദരിക്കപ്പെടുന്ന മഹാത്മാഗാന്ധിയെ ജനങ്ങൾ കൂടി നിൽക്കുന്ന സദസ്സിൽ വെച്ച് മറന്നുപോകുന്നു എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യം. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ പാർലമെന്റിനകത്ത് വെച്ചിരിക്കുന്നത് രാഷ്ട്രപിതാവായതുകൊണ്ടാണ്. ആ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് തൊട്ടരികിൽ സവർക്കറുടെ ഫോട്ടോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ മാപ്പെഴുതി കൊടുക്കുകയും സ്വാതന്ത്ര്യ സമരത്തെ UDF ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് DCC സെക്രട്ടറിമാരായ KM റഹീം, PS നാസർ, അജിത് അമീർ ബാവ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM മനാഫ്, കൗൺസിലർമാരായ ഷൈനി മാത്യു, കവിത ഹരികുമാർ, ബാസ്റ്റൻ ബാബു, റഹീന റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ MBBSൽ മികച്ച വിജയം കൈവരിച്ച ഡോക്ടർ ഫാത്തിമയെ, ഡോക്ടർ ഷിഫ ജബ്ബാർ, ദേശീയ ബെദ്ര ചെസ് മത്സരത്തിലേക്ക് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന PA ഫാത്തിമ, ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ വളവത്ത് തുടങ്ങിയവരെ ആദരിച്ചു. ഈരവേലി മണ്ഡലം പ്രസിഡന്റ് TA നിസാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.